പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. തൊടിയിലെ സൗഖ്യം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്വീകരണ മുറി, ബെഡ്റൂം, അല്ലെങ്കിൽ കിച്ചൺ, ഏതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം? നമ്മളെപ്പോഴും കരുതുക ഏതാണ്? നമ്മുടെ സ്വീകരണ മുറിയാണെന്നല്ലേ. പക്ഷെ ഞാൻ പറയും, ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ അടുക്കളയാണ്. കാരണം എന്താ? നമ്മുടെ വീട് അല്ലെങ്കിൽ ഭവനം എന്താണത്? നമ്മളെല്ലാവരും ഒരുമിച്ച് വച്ചിരിക്കുന്ന സ്ഥലം അല്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കുന്നൊരു സ്ഥലം. അതാണ് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭവനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ അടുക്കളയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും ആരോഗ്യവും എല്ലാം കുടികൊള്ളുന്ന എവിടെ നിന്നാണ്? അതിൻ്റെ അടുക്കളയിൽ നിന്നാണ്. കാരണം നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് ആഹാരം ഇവിടെ പാകം ചെയ്യപ്പെടുന്നു, നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ഭവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതിൻ്റെ അടുക്കളയാണ്. നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ സാധാരണ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒത്തിരി ശാഖാപദാർത്ഥങ്ങളുണ്ട്. ഒരുപാട് തരം ആഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചെടിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മുരിങ്ങ. എല്ലാവർക്കും അറിയാം അല്ലേ? മുരിങ്ങയുടെ പൂ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കറി വയ്ക്കാറുണ്ട്. മുരിങ്ങയുടെ ഇല ഉപയോഗിക്കാറുണ്ട്, മുരിങ്ങയുടെ കായ് ഉപയോഗിക്കാറുണ്ട്. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലേ. പ്രധാനമായിട്ട് എന്തിനാണ് മുരിങ്ങ ഉപയോഗിക്കുക? നമ്മളെപ്പോഴും കേൾക്കുന്ന എന്താ കാര്യം? കണ്ണുകളുടെ കാഴ്ചശക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. വിറ്റമിൻ എ ഉണ്ട്, വിറ്റമിൻ B1, B2, B3, വിറ്റമിൻ സി, ഇതിൻ്റെയൊക്കെ വലിയ കലവറയാണ് ഈ മുരിങ്ങ. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചെടിയെപ്പറ്റി നമ്മളൊന്ന് പരിചയപ്പെടാൻ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏകദേശം ഒരു 10 മീറ്ററോളം ഉയരത്തിൽ വളരും, ശാഖോപശാഖകളായിട്ട് വളരുന്നൊരു മരമാണ്. എപ്പോഴും തന്നെ ഇല ഉണ്ടാവും. അതിൽ നല്ല പച്ച കളറാണ്. തണ്ടിന് അല്ലെങ്കിൽ അതിൻ്റെ തായ്തണ്ടിന് ഒരു ചാര കളറാണ്. ഒരു അത്ര പച്ച കളറല്ല, ഒരു ചാര കളറാണ്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബലമില്ലാത്ത തടിയാണ്. നമുക്കറിയാം, അത് വെട്ടിക്കിട്ട് കഴിഞ്ഞാൽ കാണാൻ ചെറിയ നാര് പോലെ ആയിട്ട് അങ്ങോട്ട് ചീഞ്ഞു പോകുകയുള്ളൂ. അതായത് നമുക്ക് പണികൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തടിയല്ല. ഒരു തീരെ കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ ബലമില്ലാത്തൊരു തടിയാണ് മുരിങ്ങയുടെ എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ കായകൾ ഏകദേശം ഒരു 50 സെൻറ്റിമീറ്ററോളം നീളത്തിൽ വരും. അത് വളർന്ന് തൂങ്ങി താഴേക്ക് കിടക്കും. നമ്മൾ ആഹാരം കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും, തോരൻ വയ്ക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ സാമ്പാറിന് ഉപയോഗിക്കും. പല ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. കൊലകൊലയായിട്ടുണ്ടാവും, താഴേക്ക് തൂങ്ങിക്കിടക്കും. അത് നമ്മൾ ശാഖാപദാർത്ഥമായിട്ട് ആഹാരത്തിന് വേണ്ടിയിട്ട് കറിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിതിനെപ്പറ്റി ആയുർവേദത്തിൽ നിന്ന് ചിന്തിച്ചാൽ ആയുർവേദത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം മുരിങ്ങയ്ക്ക് നൽകുന്നുണ്ട്. ഒത്തിരിയേറെ രോഗങ്ങളെ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള മോചക എന്നുള്ള പേരിലാണിത് അറിയപ്പെടുന്നത്. മോചക, അതായത് ക്യാൻ ക്യൂർ മെനി ഡിസീസസ്. ഇതിന് കുറേ രോഗങ്ങളെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്നാണ് ആ മോചക എന്നുള്ള വാക്കിന് അർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ശിഗ്രു. ശിഗ്രു എന്ന് പറഞ്ഞാൽ ഇതിന് സ്ട്രോങ് ആൻഡ് പഞ്ചൻറ്റ് ക്വാളിറ്റീസ്, അതായത് വളരെ സ്ട്രോങ് ആയതും
പഞ്ചൻ്റെ അതായത് കുത്തി കയറാൻ സഹായിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റീസ് ഉള്ള ചെടിയാണെന്നാണ് ആയുർവേദത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ വിചാരിക്കും ഒന്നുമില്ല എന്ന്, പക്ഷേ അതിന് ഒത്തിരിയേറെ ഗുണങ്ങൾ ധാരാളമായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയുർവേദ ആചാര്യന്മാർ ഈ ചെടിയെപ്പറ്റി പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പേരാണ് ഇതിന് നല്ല രൂക്ഷമായ ഗന്ധമുണ്ടല്ലേ, ഇലകൾക്കും അതുപോലെ പൂക്കൾക്കുമൊക്കെ നല്ല രൂക്ഷമായ ഗന്ധമുണ്ട്. അതും ഇതിനെപ്പറ്റി പ്രത്യേകിച്ചും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓർക്കുന്നത്, അതിപുരാതന കാലം തൊട്ട് തന്നെ ആഹാരത്തിനായിട്ടും ഔഷധത്തിനായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചെടി അല്ലെങ്കിൽ ചെറിയ മരമാണ് മുരിങ്ങ. ഇപ്പോൾ ധാരാളമായിട്ട് നട്ടു വളർത്തപ്പെടുന്നുണ്ട്. ചില ചെടികളൊക്കെ ഉണ്ട് എല്ലാ മാസവും അല്ലെങ്കിൽ 365 ദിവസം കായ ഉണ്ടാകുന്ന ചെടികളൊക്കെ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ ചെടികളൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തീർച്ചയായിട്ടും ഒരു ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കണം. എളുപ്പമാണ്, ചെളിയുള്ള പ്രദേശത്ത് വളരുകയില്ല. അതുമാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതായത് വയലിൽ കൊണ്ട് നട്ടാൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലാത്ത കരമണ്ണിൽ എവിടെ നട്ടാലും ഉണ്ടാവും. ധാരാളമായിട്ട് ഇലകളും പൂക്കളും കായ്കളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുവേണ്ടി പ്രത്യേക ഒരു പരിചരണമൊന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് നനച്ച് കൊടുക്കുകയോ വളമിടേണ്ടതൊന്നും ആവശ്യമില്ല. അതിൻ്റെ കമ്പ് നട്ട് നമുക്ക് പ്രജനനം നടത്താൻ പറ്റും. കായ വിത്തിട്ട ഒരുപാട് കാലം എടുക്കും ഉണ്ടായി വരാൻ. അതിന് കഴിഞ്ഞ് എളുപ്പം നമുക്ക് അതിൻ്റെ കമ്പ് നടുകയാണ്. ഒരു സമയം നോക്കി കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ ഉണ്ടായി വരും. പിന്നെ ഇത് കായ്കളാണെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ചെറിയ ഇങ്ങനെ കടലാസ് പോലെ വിശറി പോലെ ചെറിയ ചിറക് ഉണ്ടാവും ഓരോ കായ്ക്കും. അങ്ങനെയാണ് അതിൻ്റെ കായകൾ വരുന്നത്. അതിൻ്റെ ആ പോടിൻ്റെ, അതായത് നമ്മുടെ ആ മുരിങ്ങക്കായുടെ ഉള്ളിലുള്ള വിത്തുകൾക്ക് ഓരോന്നിനും ചെറിയ ചെറിയ എന്താ പറയുക, നമ്മുടെ ഈ പേപ്പർ കട്ടിങ്സ് പോലെ ഇങ്ങനെ വിശറി മാതിരി ഉണ്ടാവും. എന്തിനു വേണ്ടി അതങ്ങനെ? ഈ ഫലം നമ്മൾ ചെടിയിൽ നിന്ന് പറിച്ചില്ലെങ്കിൽ അത് സമയമാകുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴേക്കും അത് പല സ്ഥലങ്ങളിലേക്കും പറന്നു പോകാൻ തക്കതാണ് പ്രകൃതി അതിനെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് ഓരോ ചെടിക്കും അല്ലേ. നമ്മൾ ഇതിനെപ്പറ്റി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ഫലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൻ്റെ വിറ്റമിൻസ് ഉണ്ട്. എയും B1, B2, B3, വിറ്റമിൻ C എല്ലാം ഉണ്ട്. അതുപോലെ മഗ്നീഷ്യം, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ് തുടങ്ങിയ ഒത്തിരിയേറെ ധാതു ലവണങ്ങളും ധാരാളമായിട്ടും മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സിങ്ക്, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് വിറ്റമിൻസിൻ്റെ കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി വിറ്റമിൻ ഗുളികളൊക്കെ വാങ്ങിച്ച് കഴിക്കും അല്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായ മൂലകങ്ങളും ശരീരത്തിനാവശ്യം വിറ്റമിൻസും ഒക്കെ ഉണ്ട്. നമ്മളത് വേണ്ട വിധം ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ മുരിങ്ങയുടെ എന്തൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നമ്മൾ സാധാരണ എന്തൊക്കെ ഉപയോഗിക്കാം? വീട്ടിൽ ഇല ഉപയോഗിക്കുന്നുണ്ട്, പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്, കായകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഔഷധത്തിനായിട്ട് അതിൻ്റെ തൊലി ഉപയോഗിക്കാം. വേരിന്മേൽ തൊലി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേര് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തടിയുടെ തൊലി. ഓക്കെ, ഇതൊക്കെ നമ്മൾ സാധാരണ ഔഷധത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്ന് കാണാം. എന്തൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം. ഓക്കെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഒരാൾക്കല്ല, 2 പേർക്കല്ലേ 3 പേർക്കൊക്കെ ഉള്ള അസുഖം എന്താണ്? BP, ഷുഗർ, കൊളസ്ട്രോൾ അല്ലേ. പ്രധാനമായിട്ടും BP-ക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ള അവസ്ഥയിലും നമുക്കൊരു ഔഷധമായിട്ട് മുരിങ്ങയില ഉപയോഗിക്കാം. എന്താ ചെയ്യേണ്ടേ? സിമ്പിളാണ്. ഒരു പിടി മുരിങ്ങയില എടുക്കുക, 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക, അത് കുടിക്കുക. വളരെ ഈസി അല്ലേ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം തിളപ്പിക്കണമെന്നില്ല, അതിൻ്റെ ഒരു പിടി ഇല എടുക്കുന്നു, നമ്മുടെ ആഹാരം കഴിയുന്ന പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് ചൂട് ചോറിടുന്നു, എന്നിട്ട് അങ്ങനെ തന്നെ മിക്സ് ഇട്ടും കഴിക്കുന്നു. അപ്പം ഇനി ഈസിയാണ് ചെയ്യാനായിട്ട്. അതൊക്കെ BP കുറയാണ്ട് സഹായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ സ്വല്പം ഉപ്പ് കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തിളപ്പിച്ച് വെള്ളം കുടിക്കുക. അതാകുമ്പോൾ പിന്നെ ആ ടേസ്റ്റിന് ബുദ്ധിമുട്ട് വരില്ല. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് കൊളസ്ട്രോൾ കുറയാനായിട്ടും BP കുറയാനായിട്ടും വളരെ സഹായകമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഡിസ്മെനോറിയ, പീരിയഡ്സിന് സമയത്ത് ഹെവി ആയിട്ട് ഭയങ്കരമായിട്ട് വയറുവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ളവർ പീരിയഡ്സ് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ രാവിലെയും വൈകുന്നേരവും 50 മില്ലി വീതം മുരിങ്ങയുടെ ഇല കഷായം വെച്ചിട്ട് 2 നേരം കുടിക്കുക. അതായത് പീരിയഡ്സ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ന് തുടങ്ങുമെന്ന് വിചാരിച്ചപ്പം തലേദിവസം മുതൽ രാവിലെ മുതൽ തലേദിവസം രാവിലെ വൈകുന്നേരം, പിന്നെ പീരിയഡ്സ് തുടങ്ങുന്ന അന്നും രാവിലെയും വൈകുന്നേരം, അങ്ങനെ ഒരു 4 നേരം അല്ലെങ്കിൽ ഒരു 6 നേരം വരെ കഴിക്കുമ്പോഴേക്കും ആ ഒരു വേദന ഒത്തിരി കുറഞ്ഞു കിട്ടും. അതുപോലെ അത് 2-3 മാസം കോൺസിക്യൂട്ടീവായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യണം. അപ്പോൾ സാധാരണ സിമ്പിളായിട്ട് വരുന്ന വയറുവേദനകൾ, പ്രത്യേകിച്ചും പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ട വയറുവേദനകൾ മാറാണ്ട് സഹായിക്കും. ഒരു പിടി ഇലയെടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അത് പകുതി ഗ്ലാസ് രാവിലെ, പകുതി ഗ്ലാസ് വൈകുന്നേരം അങ്ങനെ കുടിച്ചാൽ മതി. വേറെ ഒത്തിരി പറ്റിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വളരെ സോഫ്റ്റായ ഇലയാണ്, ഒത്തിരി ഹാർഡല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് തിളച്ചാൽ മാത്രം മതി. അത് 2 നേരമായിട്ട് ഉപയോഗിച്ചാൽ വളരെയേറെ ഫലം ചെയ്യും.
അതുപോലെ നമുക്കറിയാം ഒത്തിരിയേറെ പേർക്കുള്ള വലിയ പ്രശ്നമാണ് മുഖത്ത് മുഴുവൻ കുരു വരുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ഇവൻ ആൺകുട്ടികൾക്കുണ്ട് ഒത്തിരി. അങ്ങനെ സ്ഥിരമായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ പിമ്പിൾസ് ഉള്ളവർ രാവിലെ വൈകുന്നേരവും ഞാൻ ഈ പറഞ്ഞ കഷായം കുടിക്കുക. ഈ മുരിങ്ങയിലയുടെ കഷായം രാവിലെ വൈകുന്നേരം 50 മില്ലി വീതം കുടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫേസ് പാക്ക് ചെയ്യണം. നമുക്കറിയാമല്ലോ ഫേസ് പാക്കുകളൊക്കെ ചെയ്യാനായിട്ട്. എങ്ങനെ നമ്മൾ ചെയ്യാം? ഒരു പേസ്റ്റ് എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പേസ്റ്റ് ഇതിൻ്റെ ഇലയുടെ പേസ്റ്റാണ്. മുരിങ്ങയില ലീഫ് എടുത്തിട്ട് അത് പേസ്റ്റ് ആക്കി എടുക്കുന്നു. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് നന്നായി ഫേസ് പാക്ക് ചെയ്യുക. അത് ഉണങ്ങി വരുമ്പോഴേക്കും കഴുകി കളയുക. വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. നന്നായിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. അതൊരു ഒരാഴ്ച വരെ അടുപ്പിച്ച് ചെയ്യുക. വീണ്ടും ഒരു 2 ആഴ്ച ഗ്യാപ്പ് കൊടുക്കുക. വീണ്ടും ആവശ്യമെങ്കിൽ വീണ്ടും ഒരാഴ്ച ചെയ്യുക. അങ്ങനെ 2 or 3 കോഴ്സ് ചെയ്യുമ്പോഴേക്കും ആ പിമ്പിൾസൊക്കെ മാറി നല്ല മുഖമൊക്കെ നല്ല ക്ലീൻ ആവും, നല്ല ക്ലിയറായി കിട്ടും. നമ്മളിപ്പം ഉള്ളിൽ കഷായം കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ കാരണം ഇത് പിമ്പിൾസ് എന്ന് വെച്ചാൽ പുറമേ ഉള്ളത് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുകൂടി, അതായത് രക്തശുദ്ധി കുറവ് കൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പം ആ രക്തം ശുദ്ധീകരിക്കാനായിട്ടും അതുപോലെ നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ട് കൂട്ടാനായിട്ടൊക്കെ ഇത് മുരിങ്ങയില സഹായിക്കും. അതുകൊണ്ടാണ് ഉള്ളിൽ കഷായം കൊണ്ട് കുടിക്കാൻ പറഞ്ഞത്. നമ്മൾ ഈ ഫേസ് പാക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ഉള്ളിൽ കഷായം കുടിക്കുക, പുറമെ വരട്ടുകയും ചെയ്യുക. പിന്നെ പൊതുവേ ലോ BP, വളരെ BP കുറവുള്ളവരാണെങ്കിൽ കഷായം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പം BP വീണ്ടും കുറയാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. സാധാരണ അങ്ങനെ പ്രശ്നം വരാറില്ല, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ അനീമിയ, വിളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് നമ്മുടെ മുരിങ്ങയില. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. മുരിങ്ങയുടെ ഒരു ഇല, അതിൻ്റെ ഒരു ഇല ഫുള്ളുണ്ടല്ലോ, ആ ഒരു ഇല ഫുൾ എടുക്കുക. അതിൻ്റെ ഇല ഊരിയെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഇത്രയും കഷ്ണം കുമ്പളങ്ങ അത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. ആ വെള്ളം ദിവസം ഒരു പ്രാവശ്യം കുടിക്കുക. ഒരു ഇടസമയത്ത് കുടിക്കുന്നുള്ളത്, ആഹാരത്തിൻ്റെ ഒപ്പം വേണ്ട. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ ഒരു 11 മണി 11:30 ആ ഒരു സമയത്ത് കഴിക്കാം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ലഞ്ചിന് ശേഷം വീണ്ടും ഒരു 2 മണിക്കൂറിന് ശേഷം കുടിക്കാം. ആഹാരത്തിൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു 2 hours ഗ്യാപ്പ് വരാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു 21 ദിവസം വരെ അടുപ്പിച്ച് കുടിക്കുക. ഉറപ്പായിട്ടും HP കൂടിയിട്ടുണ്ടാവും. അത് ഞാൻ ഒത്തിരിയേറെ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് കുടിച്ചിട്ടുണ്ട്, നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, കാരണം ആ വെള്ളം കുടിച്ചെന്നിരിക്കുകയില്ല. അങ്ങനെ ഇപ്പം കുട്ടികൾക്കൊക്കെ വേണ്ടിയാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. മുരിങ്ങയില ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം പാനിയാക്കിയിട്ട്, ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചെടുത്ത് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് അടുപ്പേ വെച്ച് ഒരു ലേഹ്യം പോലെ പറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ 1/2 ടീസ്പൂൺ വീതം ദിവസം കൊടുത്താൽ മതി. ഒരു ചെറിയ ബോട്ടിൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അത് നമുക്ക് ദിവസം ഉപയോഗിക്കാം. ഒരു 1/2 ടീസ്പൂൺ വെച്ച് ഡെയിലി കൊടുക്കുക. HP കൂടാനായിട്ട് അത് ധാരാളം മതി. അത് വേണമെങ്കിൽ അത് ആക്കി വരുമ്പോൾ നമുക്ക് സ്വല്പം നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ അവരുടെ ദഹനം കൊണ്ട് ബെറ്റർ ആവാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ അത് കുറച്ചും കൂടി യൂസ്ഫുള്ളായിരിക്കും. അത് അവരുടെ പചനശക്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നെല്ലാം അബ്സോർബ് ചെയ്തിട്ട് HP പെട്ടെന്ന് തന്നെ കൂടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് ചുമ, കഫക്കെട്ട്, പ്രത്യേകിച്ചും ചതവുകൾ, നെഞ്ചിനൊക്കെ ചതവേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മരത്തിൽ നിന്നൊക്കെ വീണത്, നമ്മുടെ വീട്ടിൽ ചാച്ചന്മാരൊക്കെ ഒത്തിരി ജോലി ചെയ്യുന്നവരല്ലേ, അവരൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ക്ഷതമൊക്കെ പറ്റുന്നുണ്ടാകും, ചങ്കിനൊക്കെ ചതവ് പറ്റുന്നുണ്ടാകും. അപ്പം ആ ഒരു സീസൺ ആകുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഒരു മഴക്കാലത്തൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ആ ഒരു ചുമ വരും. ഒരു കഫക്കെട്ടും ചുമയും വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചങ്കിന് വല്ലാത്ത പിടുത്തവും അസ്വസ്ഥതയൊക്കെ വരും. അങ്ങനെ വരുമ്പോഴും ഇത് നമുക്ക് വളരെ നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ഏകദേശം നമ്മുടെ കൈപ്പത്തിൽ ഒരു ഇത്രയും വലുപ്പത്തിൽ നമ്മൾ ഇതിൻ്റെ തൊലി എടുക്കുക, മുരിങ്ങയുടെ തൊലി ചെത്തിയെടുക്കുക. അതിൻ്റെ പുറത്തെ കരിന്തോലി ചെത്തിക്കളയണം. ജസ്റ്റ് ചുരണ്ടിയാൽ മതി, പൊക്കോളും. എന്നിട്ട് നന്നായി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. ഏകദേശം ഒരു 25 മില്ലി 30 മില്ലി അത്ര നീര് കിട്ടത്തുള്ളൂ ഇത്ര ഇടിച്ച് പിഴിഞ്ഞാൽ. ആ നീരിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു കോഴിമുട്ട, നാടൻ കോഴിമുട്ട ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുക. ഇത് ഒരു ചീഞ്ചിട്ടിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. ആ ചൂടോട് കൂടി തന്നെ കഴിക്കുക. ഇതൊരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിച്ചാൽ മതി. എത്ര ഭയങ്കരമായ ചുമയാണ്, പ്രത്യേകിച്ചും ചതവ് മൂലമുണ്ടായ, അതായത് ശ്വാസകോശം അല്ലെങ്കിൽ ചെങ്ങൻകൂടിന് ചതവ് പറ്റിയിട്ടുണ്ടായ ചുമ ഒരാഴ്ച കൊണ്ട് ഉറപ്പായിട്ടും മാറും. അത് വളരെ ഫലവത്താണ്. നമുക്കിത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ ചിലവൊന്നുമില്ല, പക്ഷെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുപോലെ നമ്മുടെ മുരിങ്ങയിലേക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഗുണമുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ എന്ന് പറയും. അതായത് ഒരു ചതവിൻ്റെ നീർക്കെട്ട് ഇങ്ങനെയൊക്കെ വന്നാൽ വലിക്കാനുള്ളൊരു കപ്പാസിറ്റി പ്രധാനമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മുറുവെണ്ണയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ മുരിങ്ങ ഇല ഇടിച്ച് പിഴിഞ്ഞ നീര് നമ്മൾ മുറുവെണ്ണ ഉണ്ടാക്കും ചേർക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് വീട്ടിലിപ്പം നമ്മൾ ഒരു വഴിക്ക് നടന്നു പോയി, കാറിന്ന് സ്പ്രെയിനായി ഉളുക്കിപ്പോയി, അല്ലെങ്കിൽ ചതവ് വന്നു, നീർക്കെട്ട് വന്നു, എന്താ ചെയ്യാൻ പറ്റുക? മുരിങ്ങയുടെ കുറച്ച് കൂമ്പ് പറിച്ചെടുക്കുക. അതിൻ്റെ കൂടെ സ്വല്പം ഇന്ദുപ്പ് ചേർത്ത് അരയ്ക്കുക നന്നായിട്ട്. എന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇന്ദുപ്പ് ലഭ്യമല്ല, നമ്മുടെ വീട്ടിലില്ല എങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കാം. പക്ഷേ പൊടിയുപ്പ് ഉപയോഗിക്കരുത്. കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ല. അത് ചേർത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്ത്, വെള്ളം ചേർക്കരുത്, നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക.
ആ നീരുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുക. ഉണങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കാം. ഒരു 3-4 മണിക്കൂർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറു ചൂടുള്ള കാടിവെള്ളത്തിൽ കഴുകിക്കളയുക. അത് വളരെ എഫക്റ്റീവാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു നീരും വേദനയും ഒക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ ഉറക്കക്കുറവിനും നമുക്ക് ഔഷധമായിട്ട് മുരിങ്ങയില ഉപയോഗിക്കാം. അതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. രാത്രി അത്താഴത്തിന് കറിയായിട്ട് മുരിങ്ങയില ഉപയോഗിക്കുക. കറി വയ്ക്കുമ്പോൾ അതിനകത്ത് സ്വല്പം ഉപ്പും സ്വല്പം കുരുമുളക് പൊടിയും മാത്രം ചേർത്താൽ മതി. വേറൊന്നും ചേർക്കണ്ട. തേങ്ങയും എണ്ണയൊന്നും ചേർക്കാൻ പാടില്ല. ചെറുതായിട്ട് കറിയായിട്ട് വെച്ച് ഒരു 20 ഗ്രാമെങ്കിലും നമ്മൾ കഴിക്കണം. അത്രയും ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുക. നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ ഇത് ശുക്ലം കുറവുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള മുരിങ്ങയുടെ കായാണ് ഉപയോഗിക്കുക. മുരിങ്ങയുടെ കായ നമ്മൾ സൂപ്പ് പോലെ വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ മുരിങ്ങയുടെ വിത്ത് ഉണങ്ങി പൊടിച്ച ചൂർണം 5 ഗ്രാം, അത് ദിവസവും ഓരോ ഗ്ലാസ് പാല് ചേർത്തിട്ട് ഒരു കുറച്ച് ദിവസം, മേ ബി ഒരു 15-20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം വരെ അടുപ്പിച്ച് കഴിക്കേണ്ടി വരും. പിന്നെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും കഴിക്കേണ്ടി വരും. ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശുക്ലത്തിൻ്റെ അളവ് കൂട്ടാനായിട്ട്, അതിൻ്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഒത്തിരിയേറെ സഹായകമാണ്. നമുക്ക് നമ്മൾ ഇതുവരെ കണ്ടത് ഈ മുരിങ്ങ നമ്മൾ ഇതുവരെ ആഹാരമായിട്ട് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ? പക്ഷേ നോക്കൂ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അതിൻ്റെ അകത്ത് ഔഷധ ഗുണങ്ങൾ ഓരോ ചെടിയിലുമുണ്ട്. നമ്മളിതൊക്കെ അറിയുമ്പോഴെന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഓരോന്നിനും അതിൻ്റെതായ യുണീക്നെസ് ഉണ്ട് അല്ലേ? അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓരോ ചെടിയും കാണുമ്പോൾ കാഴ്ച ഒരുപോലെയല്ല, അതിൻ്റെ വളർച്ച ഒരുപോലെയല്ല, അത് വളരുന്ന സ്ഥലം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗുണഗണങ്ങളും വ്യത്യസ്തമാണ്. ഒന്ന് പ്രകൃതിയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ഓരോ സൃഷ്ടവസ്തുവിനും അതിൻ്റെതായ യുണീക്നെസ് ഉണ്ട്. നമ്മളൊരു മലയിലേക്ക് നോക്കുന്നത് അതിനൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ? ആകാശത്തേക്ക് നോക്കിയാൽ അതിന് വേറൊരു ഭംഗിയാണ്. കടലിലേക്ക് നോക്കിയാൽ അത് വേറൊരു ഭംഗിയാണ്. നമുക്കൊന്നിനും ഒന്നിനെപ്പറ്റി കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാം കമ്പാരിസണ് അതീതമാണിതെല്ലാം. ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഓരോന്നും ഇത്ര ഭംഗിയായിട്ട് ക്രമീകരിച്ച ദൈവം അപ്പോൾ എത്രയോ വലിയവനാണ്. നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് മുരിങ്ങ ചെടി കൊണ്ട് അല്ലെങ്കിൽ മുരിങ്ങ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഔഷധങ്ങൾ ഉണ്ടാക്കാം, അതിനെ ഏതെല്ലാം രോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒന്നാമതായി നമുക്ക് ചിലപ്പോൾ നമുക്ക് ചുമയുണ്ടാകാം, ചതവ് കൊണ്ട് ഉണ്ടാകുന്ന ചുമയുണ്ടാകാം, പഴകിയ ചുമ എന്നിവ നമ്മളുടെ മനുഷ്യർക്ക് സാധാരണമാണ്. ഇങ്ങനെ വരുന്ന ഈ അസുഖങ്ങൾക്ക് നമുക്ക് എങ്ങനെയെല്ലാം ഈ മരുന്നിനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുവാൻ പോകുന്നത് ഒരു മുരിങ്ങയുടെ മരത്തിൽ നിന്നും എടുത്തിരിക്കുന്ന തൊലിയാണ്. ആ മരത്തിൻ്റെ തൊലി, അതിൻ്റെ അകവും പുറവും നമ്മളിപ്പോൾ കാണുകയാണ്. അകവും പുറവും, ഈ പുറം തൊലി, പുറത്തുള്ള ഈ മൊരി ഉണ്ടല്ലോ, ഈ മൊരി നമ്മളങ്ങോട്ട് ചിരണ്ടി കളയുന്നു. ഇങ്ങനെ ഈ മൊരി ചിരണ്ടി കളഞ്ഞതിന് ശേഷമാണ്, അതൊരു കത്തിയെടുത്ത് നമ്മൾ ചിരണ്ടി കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കരിന്തൊലി, അതായത് ഈ മൊരിയെല്ലാം കളഞ്ഞ ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ മൊരി കളഞ്ഞതിന് ശേഷം നമ്മളിതിനെ ചെറുതായിട്ട് കഷ്ണിക്കുന്നു. നമ്മൾ ഈ മുരിങ്ങയുടെ തൊലി ചുരണ്ടി അതിൻ്റെ കരിന്തൊലിയെല്ലാം കളഞ്ഞ് അതിനെ ഞുറുക്കി നമ്മളിത് ഇടിക്കാൻ പാകത്തിന് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത്, ആ ഇടിച്ച് നീര് എടുത്ത് കഴിയുമ്പോൾ, അരിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു നാടൻ കോഴിമുട്ട അതിൻ്റെ മുഴുവനായിട്ടും നമ്മൾ ഈ നീരിലേക്ക് നമ്മൾ ഉടച്ച് ഒഴിക്കുന്നു. അത് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യ് ഒരു ചെറിയ ടീസ്പൂൺ ഒരു സ്വല്പം നെയ്യ്, ഇത്രയും നെയ്യ് മാത്രമേ നമ്മൾ ഇതിനുപയോഗിക്കുന്നുള്ളൂ. ഇത്രയും നെയ്യ് നമ്മൾ ഈ മരുന്നിന് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ മുരിങ്ങയുടെ തൊലി എടുത്തു, അത് നന്നായിട്ട് വൃത്തിയാക്കിയതാണ്. വൃത്തിയാക്കിയ മുരിങ്ങത്തൊലി
നമ്മൾ വീണ്ടും ഇടിക്കുന്ന ഈ കല്ലിലേക്ക് ഇടുന്നു. കുറച്ച് സമയം നന്നായിട്ട് ഇടിച്ച് ചതയ്ക്കുന്നു. കുറച്ച് സമയം നന്നായിട്ട് ഇടിച്ച് ചതച്ചതിന് ശേഷം സ്വല്പം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഇടിക്കുകയാണ്. ഇടിച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് ഇതിൻ്റെ നീരിറങ്ങി കിട്ടുകയുള്ളൂ. നമ്മളിപ്പോൾ ഈ മുരിങ്ങയുടെ തൊലി നമ്മൾ നന്നായിട്ട് ഇടിച്ചു ചതച്ചു. അതിൻ്റെ നീര് അതിലേക്ക് നമ്മൾ സ്വല്പം വെള്ളം ചേർത്തു. വീണ്ടും നമ്മൾ വെള്ളം ചേർത്തു. അങ്ങനെ ആ നീര് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൽ നിന്നും എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ നീര് ഒഴിക്കാം. നമ്മൾ മുരിങ്ങയുടെ മരത്തിൻ്റെ പട്ട എടുത്തു. ആ പട്ട എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തു. ആ നീരിനെ നമ്മൾ ഇനി മരുന്ന് ആക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ സ്റ്റവ് കത്തിച്ചു. അതിലേക്ക് നമ്മളൊരു നല്ലൊരു ചീനച്ചട്ടി എടുത്തു വെച്ചു, ചെറുത്. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഈ മുരിങ്ങയുടെ പട്ട പിഴിഞ്ഞ നീര് നമ്മൾ ഒഴിക്കുന്നു. പട്ട പിഴിഞ്ഞ നീര് ഒഴിച്ചതിന് ശേഷം ഒരു നാടൻ മുട്ടയാണിത്. ഈ നാടൻ മുട്ട നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നു. അല്പം നെയ്യെടുക്കുന്നു. നറുനെയ്യാണ്. അല്പം നെയ്യെടുക്കുന്നു. നെയ്യെടുത്ത് ഇതിലേക്ക് നമ്മളിടുന്നു. ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഇത് പൊടിയുന്നിടം വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കി പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചത് കഴിക്കുമ്പോൾ സാധാരണ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ജോലി ചെയ്യാതെയൊക്കെ ഇരിക്കണം. കാരണം ശരീരം സ്വല്പം ഇളതാകുന്നതാണ്. അതിലേക്ക് സ്വല്പം ഉപ്പിട്ടാൽ അങ്ങനെ ശരീരം ഇളതാകുകയില്ല, അല്ലെങ്കിൽ ശരീരം ഇളതാകും. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതാണ്, ഡയറക്റ്റായിട്ട് കഴിക്കുന്നതാണ് നല്ല എഫക്റ്റീവ്, എത്രയും വേഗം എഫക്റ്റീവ് ആകുന്നത്. ഇപ്പോൾ പൊടിഞ്ഞ പാകമായി. ഈ പാകത്തിൽ ഇരുന്നാൽ മതി. ഇനി നമ്മൾ മുരിങ്ങയില കൊണ്ട് കൊളസ്ട്രോളിന് ഉള്ളൊരു മെഡിസിൻ ഉണ്ടാക്കാം. ആ മെഡിസിന് നമ്മൾ ആഹാരമായിട്ടാണ് കഴിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കഴിക്കാൻ സാധിക്കുന്നതുമാണ്. ഒരു മാസം 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിക്കണം. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ മാസവും ഇത് കഴിക്കണമെന്നുള്ളതാണ് സാധാരണ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ മരുന്ന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും മുരിങ്ങയില എടുക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ട വിധത്തിനെക്കുറിച്ച് പറയാം. അപ്പോൾ മുരിങ്ങയില എടുത്തു. അത് നമ്മൾ നന്നായിട്ടൊരു പ്ലേറ്റിലേക്ക്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന പ്ലേറ്റ് ഏതാണോ ആ പ്ലേറ്റിലേക്ക് ആ ഇല നല്ല വൃത്തിയായിട്ട് അതിനെ ഇടുക. ഇല മാത്രമായിട്ട്. കാരണം ഇത് നമ്മൾ വാരി കഴിക്കാനുള്ളതായതുകൊണ്ട് ചെറിയ ഈ തണ്ടുകളൊന്നും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇതിനെ നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ ഇടുന്നു. മൊത്തം പ്ലേറ്റ് നിറച്ചും നമ്മൾ ഇത് നിരത്തി ഇടുകയാണ് ചെയ്യുന്നത്. നിരത്തിയിട്ടാൽ മാത്രമേ ചൂട് ചോറിടുമ്പോൾ അത് ശരിക്കും അങ്ങ് വാടി കിട്ടുകയുള്ളൂ. ഇനി ഇതിനകത്ത് വലിയ ഈ തണ്ടുകളൊക്കെ നമ്മൾ എടുത്ത് കളയണം. വലിയ തണ്ടുകൾ ഇതിനകത്ത് ഇരുന്നാൽ നമുക്ക് ചവച്ച് കഴിക്കാനുള്ളതായതുകൊണ്ട് അത് ബുദ്ധിമുട്ടുണ്ട്. ഇലകൾ മാത്രമാണ് നമ്മളിതിനുപയോഗിച്ച് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമുക്ക് മുറിച്ചിടാം, ഇത് ചെറുതാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ പ്ലേറ്റ് നന്നായി എല്ലാ ഭാഗത്തുമായിട്ട് നിരത്തിയിടണം. ഇപ്പം കഴിക്കാൻ പാകത്തിന് ഇതിൻ്റെ ഇലകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിന് ശേഷം നല്ല ചൂടുള്ള ചോറ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നിരത്തുന്നു. ഒരാൾക്ക് കഴിക്കാൻ എന്തുമാത്രം ചൂട് ചോറ് വേണോ അത്രയും ചോറാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്.
ഇലയുടെ മുകളിലൊക്കെ നല്ല ചൂട് ചോറ് ചെന്നാൽ മാത്രമേ അത് ഇലയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുള്ളൂ. അത് ചെറുതായിട്ട് വാടി വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരാൾക്ക് കഴിക്കാനുള്ള ചോറ് ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു. ഇട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് അതിനൊന്ന് ചേർത്ത് വയ്ക്കുന്നു. ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഇല അടിയിൽ കിടക്കുന്ന ഇല നന്നായിട്ട് വാടുന്നു. അതിനുശേഷം നമ്മൾ എന്തെല്ലാം കറികളാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ കറികൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ ഇതിന് നമ്മളിപ്പം കടലക്കറിയാണ് ഈ ചോറിന് നമ്മൾ കൂട്ടാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമ്മൾ കടലക്കറിയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ടുള്ള ഭക്ഷണം റെഡിയായി. ഇത് ഇപ്പോൾ അടിയിൽ പിടിക്കുമ്പം തന്നെ ഇതിന് ചൂടുണ്ട്. ഈ നല്ല ചൂട് ചോറിട്ടുകൊണ്ട് ആ ഇല വാടിയിട്ടുണ്ട്. ഇപ്പം ഈ ഭക്ഷണം ഇങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു 7 ദിവസമോ അല്ലെങ്കിൽ ഒരു 9 ദിവസമൊക്കെ ഇത് കഴിക്കാം. 5 ദിവസം വരെ കഴിച്ചു. അതിന് ശേഷം പിന്നെ കഴിക്കാൻ സുഖം. കുറച്ച് ദിവസം കഴിച്ച് കഴിയുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വരും. ഇപ്പോൾ ആരും കഴിക്കുമ്പം തന്നെ എളുപ്പമൊക്കെ ഉണ്ട്, വാടി കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ഒരു 7 ദിവസം 5 ദിവസം ഒക്കെ കഴിക്കുക. അതിനുശേഷം ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കഴിക്കാതിരിക്കുക. അതിനുശേഷം വീണ്ടും നമ്മളിതേപോലെ കഴിക്കുക. അങ്ങനെ ഒരു നേരം ഭക്ഷണം നമ്മൾ ഈ മുരിങ്ങയില ഉപയോഗിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള കൊളസ്ട്രോള് കുറഞ്ഞ് റെഡ്യൂസായി വരുന്നതാണ്. നമുക്ക് വേണ്ടി ദൈവം ഓരോന്നും ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ മനുഷ്യനെ ഓരോരുത്തരും യുണീക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ആ യുണീക്ക്നെസ് മനസ്സിലാക്കാനും ആ യുണീക്ക്നെസ്സിൻ്റെ അകത്ത് നമുക്കതിൻ്റെ സന്തോഷം പങ്കെടുക്കാനും അതിന് സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതം കൊണ്ടൊക്കെ നമുക്ക് അർത്ഥമാക്കേണ്ടത്. ഈ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഓരോന്നിൻ്റെയും വ്യത്യസ്തമായ സൗന്ദര്യം കാണുമ്പോൾ അത് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും അതിലൂടെ നമ്മൾ മറ്റുള്ളവരെ കാണുകയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജീവിതവും അനേകരുടെ ജീവിതവും അനുഗ്രഹമാവും. അതിനായിട്ട് നമുക്ക് ഈ ഓരോ എപ്പിസോഡുകളും നമ്മെ സഹായിക്കട്ടെ. എല്ലാത്തിനും ഉപരിയായിട്ട് ഇതെല്ലാം നമുക്കായി കരുതി വെച്ച് നമുക്കായി പരിപാലിച്ച് നമുക്കായി ഓരോ ദിവസം പ്രദാനം ചെയ്യുന്ന നമ്മുടെ കൊച്ചടുക്കളയിൽ പോലും നമുക്കായിട്ട് ഔഷധങ്ങൾ കരുതി വയ്ക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലും പരിപാലനയും സ്നേഹവും അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. Every creation is beautiful in its own way. The ocean has its own beauty, so does the sky. They can't be compared. Likewise, each person is unique in their own beautiful way. You just need to embrace it. ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. സമുദ്രത്തിന് അതിൻ്റെതായ സൗന്ദര്യം, അതുപോലെ ആകാശത്തിനും. അവയെ പരസ്പരം താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓരോ വ്യക്തിക്കും സമാനതകളില്ലാത്ത വിധം സുന്ദരമാണ്. നമ്മൾ ആ സൗന്ദര്യത്തെ സ്നേഹത്തോടെ ഉൾക്കൊണ്ടാൽ മതി.